ഇരിപ്പുറയ്ക്കുന്നില്ല കേട്ടോ. അതെന്താ ഒരു ഋതം വന്നോണ്ടിരിക്കുക, ഋതം. ഋതം? എന്ത് കണ്ടില്ലേ ഇങ്ങനെ? ഋതം? ആ ഋതത്തിലാണ് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്ത് ഋതം അത്? ടിൻ ടട ടിൻ ടട ടിൻ ടട ടിടാ ടിൻ ടട ടിൻ ടട ടിൻ ടട ടിടാ. മനസ്സിലായി എനിക്ക്. ആ താളത്തിലാണ് ഹൃദയം പിടിച്ചോണ്ടിരിക്കണ കൂട്ടച്ചേട്ടൻ. അടുത്തത് വരാൻ പോകുന്നൊരു ഋതം പിടിക്കുന്ന ഒരാളാണ്. ആ ഈ ഋതം പിടിക്കുന്ന ആളാണ്. അതെ, അതെനിക്ക് തോന്നി. നമ്മുടെ ശിവഗാമിയാണത് Yes, അല്ലേ? JR ശിവഗാമി. Yes, so let's welcome ശിവഗാമിക്കുട്ടി on stage. ടിൻ ടട ടിൻ ടട ടിൻ ടട ടിടാ ടിൻ ടട ടിൻ ടട ടിൻ ടട ടിൻ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. ഓർമ്മയുണ്ടോ അശ്വതി ആരാണ്? ചേച്ചിയെ? ശിവഗാമിയാണോ അതെ. അതോ ആരാ ഇത്? പെർഫോമൻസ് റൗണ്ട് ആണോ? അതാണ്. ശിവഗാമി കുട്ടീസ്, എന്തോ എന്ത് രസമായിരുന്നു കഴിഞ്ഞ ദിവസം. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ അവസാനം റൈക്ക കൃഷ്ണനായിട്ട് വന്നു. അതെ, അയ്യോ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഒത്തിരി പേര് അങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ അത് കേട്ടിട്ട്. ശിവഗാമി കുട്ടിയെ പറ്റി മാത്രമല്ല റൈക്ക ബേബിനെ പറ്റിയും അതെ, പറഞ്ഞു. അതെ, രണ്ടുപേരും കൂടെ അടിച്ച് പൊളിച്ചു. ഇന്നലെ ഞാൻ തൃശ്ശൂർ വിദ്യാരമാഷൻ റെക്കോർഡിങ്ങിന് പോയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ കാച്ചേരി എന്നൊരു സ്ഥലമുണ്ട്, കേച്ചേരി ഉണ്ട്, അതുകൊണ്ട് കാച്ചേരി ഉണ്ട് തൃശ്ശൂര്. അവിടെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ചേച്ചിമാരും മുഴുവനും ശിവകാമിക്കുട്ടിയും ഭദ്രക്കുട്ടിയുടെ അടുത്തും സുഭദ്രക്കുട്ടിയുടെ അടുത്തും മറ്റുള്ളെല്ലായിടത്തും പ്രത്യേകം പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ അറിയിച്ചില്ല പറഞ്ഞില്ല എന്നൊന്നും വേണ്ട. അതെ. എവിടെ എവിടെ പോയാലും ശിവഗാമി ശിവഗാമി അതെ, ശിവഗാമി. ഫാൻസ് ആണപ്പോ. 1989 നമ്മുടെ എല്ലാം മെഗാസ്റ്റാർ മമ്മൂക്ക ഒരു മാന്ത്രികനായി അഭിനയിച്ച മൂവിയാണ് അഥർവം. നമ്മുടെ രാജാ സാറാണ് അതിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഡെന്നിസ് ജോസഫ്, ഡെന്നിസ് ഏട്ടനാണ് അതിന്റെ കഥയും സംവിധാനവും. തിരക്കഥ ഷിബു ചക്രവർത്തി അദ്ദേഹമാണ്. ONV സാറിന്റെ മനോഹരമായ വരികൾക്ക് നമ്മുടെ രാജാ സാർ സംഗീതം ചെയ്ത പുഴയോരത്തിൽ എന്ന പാട്ടാണ് ഇപ്പൊ നമ്മുടെ ശിവകാമിക്കുട്ടി പാടാൻ പോകുന്നത്. ഇതിൽ വേറെ നല്ല പാട്ടുകളുണ്ട്. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു, അങ്ങനെ നല്ലൊരു പാട്ടാണ് ശ്രീകുടൻ ചേട്ടൻ പാടിയത്. പിന്നെ അത് എല്ലാവരും ഒരു വിസ്മയിപ്പിച്ച ഒരു കഥ, ഒരു സിനിമയായിരുന്നു. ഒരു പ്രത്യേകതകൾ നിറഞ്ഞ സിനിമയായിരുന്നു. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പൂത്തോണിയെത്തിയിലാ മന്ദാരം പൂക്കും മറുതീരത്താണോ പുന്നാകം പൂക്കും പുഴയോരത്താണോ ആരാനും കണ്ടോ ദൂരെയൻ പൂത്തോണി പുഴയോരത്തിൽ പൂത്തോണിയെത്തിയിലാ പുഴയോരത്തിൽ പൂത്തോണിയെത്തിയിലാ. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ശശിയേട്ടാ നിങ്ങൾ പൊളിച്ചിനി. ഊന്ത് വിളയാടി. അതെ, എല്ലാവരും സൂപ്പർ സൂപ്പറോ സൂപ്പർ, എല്ലാവരും കലക്കി കലക്കി. ഞാനിങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അതിനിടയിൽ കൂടുതൽ ഞാൻ ശശിയണ്ണനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും അതെ അതെ. എന്ത് രസമാണ് അതല്ലേ, അതിന് ഒരുപാട് സ്പേസ് ഉണ്ട്. അതെ. അതാണ് എങ്ങനെയാണ് ഒരു കോമ്പോസിഷനിൽ അങ്ങനെ സ്ലാപ്പ് ബേസിനൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളത്. അത് Yes, പഠിപ്പിക്കുന്ന yes, ഒരു പാട്ട് കൂടെയാണത്. ഒരു കമ്പോസർ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കാണുന്നു ഈ പാട്ടിനെ. യെസ് താങ്ക് യു ശശിയണ്ണ, യു ആർ ദ ബെസ്റ്റ്. യെസ്. ശിവകാമി കുഞ്ഞെ എന്തോ അസലായിട്ട് പാടി കേട്ടോ. അതെ കലക്കി. അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതായിരിക്കും? ശിവകാമി കുഞ്ഞിനോട് ഒരു ചോദ്യം. സംശയം തോന്നുന്നു. ആരാനും കണ്ടോ ദൂരെയൻ പൂത്തോണി പുഴയോരത്തിൽ. അതിലെ ഓരോ നോട്ടും കൃത്യമായിരുന്നു, അതെ, കൃത്യമായിരുന്നു. Yes. അതങ്ങനെ പാടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ നോട്ട് സ്ലിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇത് ചാൻസേ ഇല്ല. യെസ്, അങ്ങനെ ചാൻസിന് ഇട ഉണ്ടാക്കിയില്ല. ചാൻസ് ഇല്ല. യെസ്. ശിവകാമി കുഞ്ഞ് പാടിയാൽ അത് പാടിയതായിരിക്കും. അതെ. അത് സഭാഷണം. പിന്നെ അങ്കിളിൽ ഒരു സജഷൻ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മെലഡി പാടുന്നു, റിതമിക് സോങ്സ് പാടുന്നു, അങ്ങനെ പല രീതിയിലുള്ള പാട്ട് പാടുന്നു. ഈ പാട്ട് പാടുമ്പോഴത്തേക്കും അതിന്റെ റിതം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് അതെ, വരും. അതെങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും, ശിവകാമി കുഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അല്ലേ, തക പുഴയോരത്തിൽ അല്ലേ. തക എന്ന് പറഞ്ഞാൽ 1 2. അവിടുത്തെ ആദ്യത്തെ വിശ്രമം എത്രയാണ്? ജസ്റ്റ് തക ഉള്ളത്. തക പുഴയോ. അപ്പൊ അത് കറക്റ്റായിട്ട് തുടങ്ങണം. അങ്ങനെയുണ്ട്. ആ 2 വരാവൂ. അത് കുറച്ചുകൂടി 2 അരയായി പോയ പ്രശ്നമാണ്, 1 അരയായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. 2 തന്നെ ആയിരിക്കണം കേട്ടോ ശിവമാമി. അപ്പൊ എങ്ങനെയാണത്? പുഴയോരത്തിൽ പൂത്തോണിയെത്തിയിലാ പുഴയോരത്തിൽ പൂത്തോണിയെത്തിയിലാ മന്ദാരം പൂക്കും മറുതീരത്താണോ. അത് കുറച്ചുകൂടെ കട്ട് ചെയ്യാം. തരരരര, തരരരരര. മന്ദാരം പൂക്കും മറുതീരത്താണോ പുന്നാകം പൂക്കും പുഴയോരത്താണോ ആരാനും കണ്ടോ ദൂരെയൻ പൂത്തോണി പുഴയോരത്തിൽ പൂത്തോണിയെത്തിയിലാ. അതാണ്. ആഹാ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പാട്ട് അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണോ ചിത്ര ചേച്ചി ഇങ്ങനെ പാടി വെച്ചിരിക്കുന്ന, അതിന് ഒരു ഭയങ്കര അനുഭൂതിയുണ്ട് ചേച്ചി പാടിയതിൽ. നമ്മുടെ കുഞ്ഞാണ്, കുഞ്ഞിന്റെ ശബ്ദത്തിൽ, കുഞ്ഞിന്റെ ടാലന്റിൽ ഏറ്റവും അസാധ്യമായിട്ടാണ് കുഞ്ഞ് പാടിയിരിക്കുന്നത്. അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. ഈ സജഷൻ കൂടെ എടുത്തു വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു ശർക്കരയും കൂടെ ആഡ് ചെയ്തതായിട്ട് തോന്നും. എത്ര മധുരിക്കും പാട്ട് അല്ലേ. അതാണ്. അപ്പൊ ഇതില് വായിച്ചിരിക്കുന്ന ഈ ഡ്രംസ് എന്ന് പറയുന്നത് റോട്ടോ ഡ്രംസ് ആണെന്നാണ് തോന്നുന്നത് അല്ലേ. അത് ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുരുവണ്ണൻ, പുരുഷോത്തമൻ എന്ന് പറഞ്ഞ രാജാ സാറിന്റെ റിതം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം തന്നെ കണ്ടക്ട് ചെയ്തിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം പുതിയതായിട്ട് ആ ഡ്രംസ് കൊണ്ടുവന്നിട്ട് പരീക്ഷിച്ചതാണ് ഈ പാട്ടില് ആദ്യമായി. ഈ റോട്ടോ ഡ്രംസ് ആണ് പല സൈസിലുണ്ട്. എനിക്ക് തോന്നുന്നു 6 ഇഞ്ചസ്, 8 ഇഞ്ചസ്, 10, 12, 14 അങ്ങനെ ആണെന്ന് തോന്നുന്നു റോട്ടോ ഡ്രംസിന്റെ സൈസ് വരുന്നത്. മാത്രമല്ല അതിന്റെ മേളിലുള്ള ഡ്രം ഫ്രെയിം തിരിക്കുമ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് പിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കൃത്യം പിച്ചിൽ അത് ട്യൂൺ ചെയ്ത് വായിക്കാൻ പറ്റുന്നത് അതിന്റെ ബ്യൂട്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റേഷൻ ആ കാലത്ത്. അതൊരു വെറൈറ്റി റിതമായിരുന്നു. ഒരു ട്രെൻഡ് സെറ്റിംഗ് റിതം ആയിരുന്നു ആ സമയത്ത്. ക്ലാസ്സിലൊക്കെ ഡെസ്കിലൊക്കെ ഇട്ട് കൊട്ടുമായിരുന്നു ഈ റിതം. മാത്രമല്ല രാജാ സാറിന്റെ പാട്ടിലുള്ള സ്ഥിരമായിട്ടുള്ള ഒരു റിതം ഉണ്ടല്ലോ, ഇതിലൊരു 1000 പാട്ടുണ്ട് അല്ലേ. ഇപ്പൊ കൊഞ്ചിക്കരയല്ലേ, മീനമ്മ, കേളടി കൺമണി, ഇതെല്ലാം അതൊക്കെ റോട്ടോ ഡ്രംസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഓർക്കാണ് കേട്ടോ ശിവകാമി കുഞ്ഞെ. അപ്പൊ നന്നായിട്ട് പാടിക്കൊണ്ടേയിരിക്കണേ, അല്ലെങ്കിൽ അങ്കിളുടെ സങ്കടം വരും കേട്ടോ. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ടേ. SIT ഹോസ്പിറ്റലിലെ
സൂപ്രണ്ട് ബിന്ദു ഡോക്ടറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ. അപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് എന്റെ പാട്ട് കേൾക്കാൻ വരണമെന്ന് പറയണേ. പിന്നെ ആ ഡോക്ടറിന് ഒരു ഹായും കൊടുക്കണേ. SIT ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിന്ദുവിന് ഒരു വലിയ നമസ്കാരം. അതെ. ടോപ്പ് സിംഗറിന്റെ ഇവിടെ വരണം, തീർച്ചയായിട്ടും ഇതൊരു ഇൻവിറ്റേഷൻ ആയിട്ട് എടുക്കണം. കണക്കാക്കണം. ശിവകാമിക്കുട്ടി എന്തോ ഉഗ്രനായിട്ട് പാടി, താങ്ക് യു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്ക് യു കേട്ടോ. ആദ്യം മുതൽ അവസാനം വരെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഭംഗിയായിട്ട് പാടി. താങ്ക് യു. ആകെ അതൊരു പ്രശ്നമല്ല, അത് MJ അങ്കിൾ പറഞ്ഞു തന്നില്ലേ, ആ ഒരു താരാരത്താര തരരാരത്താര താരാരത്താര അങ്ങനെ കട്ട് ചെയ്യണമെന്ന് കേട്ടോ. അപ്പൊ അതിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അതാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ അത് ആരാ പാടണേ? പിന്നെ തുടക്കത്തില് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ നന്നായിരുന്നു, കലക്കി, അടിപൊളിയായിരുന്നു, താങ്ക് യു. നന്നായിരുന്നു. അതാരാ പറഞ്ഞു തന്നെ പഠിപ്പിച്ചു തന്ന ആരാ? അമ്മയാണോ? ഓ അത് ശരി. ആഹാ. ഞാൻ കണ്ടു പാടുന്നതിന് മുന്നേ അച്ഛനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നു. അപ്പൊ അച്ഛനും തിരിച്ചിങ്ങനെ ചിരിക്കുക. ആണല്ലേ? നാണം വരുന്നു രണ്ടുപേർക്കും. അതെ 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 അതെ. അപ്പൊ എന്തായാലും ആ പാട്ടോടെ ഒന്ന് പാടിയതിൽ വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും. പ്രേക്ഷകരും അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിരിക്കും ഇപ്പൊ ശിവകാമിക്കുട്ടിയുടെ ഈ പാട്ട് കേട്ടിട്ട്, യെസ് അല്ലേ? അതെ അതെ തീർച്ചയായും. യെസ്. അപ്പൊ കലക്കി. താങ്ക് യു. മെടുക്കി. ശിവകാമിക്കുട്ടി എന്തോ പാട്ടൊക്കെ എനിക്ക് ഏകദേശം ഉറപ്പാ നന്നായി പാടുന്നു. അതിൽ എനിക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശിവകാമി വരുമ്പോ തന്നെ അറിയാം ഇത് ഒരു മിനിമം സ്റ്റാൻഡേർഡിന് താഴേക്ക് ഒരിക്കലും പോവില്ല എന്നറിയാം. എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടത് പെർഫോം ചെയ്യാൻ എടുത്ത അറ്റംപ്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ശിവകാമിക്കുട്ടി കുറച്ച് മൂവ്മെന്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. അതിനൊരു ബിഗ് 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 റൗണ്ട് ഓഫ് അപ്ലോസ്. കുറച്ച് സ്മാർട്ടായി വന്നു തുടങ്ങി. അതെ, അതെ. ആ ഒരു ചിരിയൊക്കെ വന്നു. ഇന്നതേ ഇപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് ഒരു ഹായ് പറഞ്ഞേക്കണേ പറഞ്ഞിട്ട് 2 ഫുൾ സെന്റൻസ് അടുപ്പിച്ച് പറഞ്ഞു നമ്മുടെ ശിവകാമി കുട്ടി. സാധാരണ ഒന്നും മിണ്ടാത്ത കുഞ്ഞാണ് നമ്മുടെ കേട്ടോ. അപ്പൊ വരട്ടെ, അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിച്ച് എല്ലാവരുടെ അടുത്തും സംസാരിച്ച് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ വന്നിട്ട് ആ ഒരു പ്രോഗ്രസ് ആണ് എല്ലാത്തിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് കേട്ടോ. മിടുക്കിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശിവകാമിക്കുട്ടി എന്തോ ഇന്നത്തെ സ്കോർ അറിയണ്ടേ? 100 -0.25, അതായത് 99.75 ഔട്ട് ഓഫ് 100. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ശിവകാമി കുട്ടിയാണ്. ആരെ വിളിക്കണ്ട അവിടുന്ന്? ആര്യ ചേച്ചി. വിളിക്കുന്നുണ്ട് തെറ്റിപ്പോണ്ടെന്ന് വെച്ചിട്ട് എന്നെ സത്യം പറ ശിവകാമിക്കുട്ടി ആരെ വിളിക്കണ്ടേ? എന്നെ തന്നെയാണോ? അതെ അതെ. ആര്യ ചേച്ചി വെൽക്കം. അപ്പൊ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ വിലീവായി ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻ ശിവകാമിക്കുട്ടി. അപ്പോൾ അടുത്ത പ്രാവശ്യം ആ 0.25 കൂടെ നമുക്ക് ഇങ്ങ് ആകാശത്ത് ഇങ്ങ് എടുക്കണം. പ്രോമിസ്? ഓൾ ദ ബെസ്റ്റ്. മിടുക്കി. Tata, all the best. ബൈ.